ഗൈസ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കബാലി സിനിമ ഹിറ്റ് അല്ലെന്ന് പറഞ്ഞതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വന്നായിരുന്നു. 100-120 കോടി ബഡ്ജറ്റ് വന്ന് 300 കോടിക്കടുത്ത് കളക്ഷൻ ഇട്ട സിനിമ എങ്ങനെ ഫ്ലോപ്പ് ആയെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം. ആക്ച്വലി ഈ സിനിമ ഹിറ്റ് വെർഡിക്റ്റിലല്ല വരുന്നത്. പലരും ഇന്നും വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായിട്ട് കളക്ഷൻ വന്നാൽ ആ സിനിമ ഹിറ്റ് വെർഡിക്റ്റിലേക്ക് പോകുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല ഒരു സിനിമ ഹിറ്റ് ആണോ ബ്ലോക്ക് ബസ്റ്റർ ആണോ തീരുമാനിക്കുന്നത്. കബാലി സിനിമ ആ സമയത്ത് ഏകദേശം 280 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ്. കൂടാതെ ബഡ്ജറ്റ് ഒരു 100-120 കോടിയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ റൈറ്റ്സ് വന്നേക്കുന്നത് ഏകദേശം 200 കോടിക്ക് അടുത്താണ്. ഈ സിനിമയുടെ ഷെയർ പോയിരിക്കുന്നത് 160 കോടിക്കാണ്. അതായത് ഒരു സിനിമയുടെ റൈറ്റ്സിനെ ഷെയർ ക്രോസ് ചെയ്താൽ മാത്രമേ ആ സിനിമയുടെ വെർഡിക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. നിങ്ങൾ ഇപ്പൊ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ചില സിനിമകൾ കേരളത്തിൽ ഹിറ്റായി പക്ഷെ തമിഴ്നാട്ടിൽ ഹിറ്റായില്ല. ഇത് സംഭവിക്കുന്നത് അതാത് സംസ്ഥാനത്തുള്ള ആ സിനിമയുടെ റൈറ്റും ഷെയറും തമ്മിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഉദാഹരണത്തിന് വിജയുടെ വേട്ടക്കാരൻ എന്നൊക്കെയുള്ള സിനിമ തമിഴ്നാട്ടിൽ അന്ന് ഒരു ആവറേജ് ഹിറ്റായി പോയി, പക്ഷേ ആ സിനിമ കേരളത്തിൽ അന്ന് വൻ ഹിറ്റായി മാറിയ സിനിമയാണ്. ഇതിന്റെ റീസണും അതാണ്. രജനീകാന്തിന് തന്നെ 2 പോയിന്റ് എന്നുള്ള സിനിമ ആയാൽ പോലും ഏകദേശം 100-600 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയ സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ റൈറ്റ്സ് 375 കോടിക്ക് അടുത്താണ്. പക്ഷേ ഈ സിനിമയുടെ ഷെയർ പോയത് ഒരു 200-290 കോടിക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെ ലോസ് വന്ന ആ സിനിമ വെച്ച് നോക്കുമ്പോൾ സിനിമ ഒരു ആവറേജ് ടു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ടു ആവറേജ് ആ ഒരു വെർഡിക്റ്റിലേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ജയിലർ സിനിമയുടെ കാര്യം നോക്കാം. ജയിലർ സിനിമയ്ക്ക് ഏകദേശം 125-130 കോടിയാണ് അതിന്റെ റൈറ്റ്സ് പോയത്. എന്നാൽ ആ സിനിമയ്ക്ക് ഏകദേശം 290 ഷെയർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സക്സസ് ആയി നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ റൈറ്റ്സ് ഷെയർ എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് തീരുമാനിക്കുന്നത്.